നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. വയനാട് വണ്ടിക്കടവിലെ ആളക്കൊല്ലിക്കടുവ കൂട്ടിലായി. പുലർച്ചെ 1:30-ഓടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ദേവർഗദ്ദ ഉന്നതിയിലെ മാരനെ ആക്രമിച്ചു കൊന്ന കടുവയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു. കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി. വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പാറ്റേൺസും അതേപോലെ അതിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം വേണ്ട ചികിത്സ കൊടുക്കും. ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഇത് ഫ്രീക്വൻ്റായിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ്. സുജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുജിത്ത്, മേഖലയിൽ ഭീതി വിതച്ച കടുവയായിരുന്നു. നാളുകളായി അവിടെ ദൗത്യം നടന്നിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? മാറിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെ 1:30-യോടുകൂടിയാണ് ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്. 2016 സെൻസസിൽ ആദ്യമായാണ് ഇതിനെ കണ്ടെത്തുന്നത്. അത് WWL, അതായത് വയനാട് വൈൽഡ് ലൈഫിലെ 48-ാം നമ്പർ കടുവയാണ്, ആൺകടുവയാണിത്. ഇത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തോട് ചേർന്ന് ബത്തേരി റേഞ്ചിലായിരുന്നു ഇതിനെ കണ്ടുവന്നിരുന്നത്. 2018 വരെ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ കണ്ടുവന്ന കടുവയെ പിന്നീട് 2025 നവംബർ അവസാനം വരെ കാണുകയുണ്ടായില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. 2025 ഡിസംബറിൽ ചതലയത്ത് കാടിനകത്ത് മേഞ്ഞിരുന്ന വളർത്തുമൃഗങ്ങളെ പിടിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് വണ്ടിക്കടവിൽ വെച്ച് ഈ ദേവർഗദ്ദ ഉന്നതിയിലെ മാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് വനംവകുപ്പ് 4 കേജുകളാണ് സ്ഥാപിച്ചിരുന്നത്. ഒപ്പം തന്നെ 40ഓളം ക്യാമറ ട്രാപ്പുകളും 4 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചു. വനംവകുപ്പ് ഈ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ 21-ാം തീയതി 22-ാം തീയതിയും പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു. പിന്നീടുള്ള 2 ദിവസം കണ്ടിരുന്നില്ല. 25-ാം തീയതി ഇന്നലെ പുലർച്ചെ വീണ്ടും ക്യാമറകളിൽ പതിയുകയാണ് ഉണ്ടായത്. 2016-2018 ഡാറ്റാബേസിലെ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും താരതമ്യം ചെയ്തു. ഈ കൂട്ടിലകപ്പെട്ടത് ഈ മാറന്റെ മരണത്തിന് ഇടയാക്കിയ കടുവയാണ് എന്നുള്ളത് വനംവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. കടുവയെ കൂടുതൽ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി വനംവകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള കുപ്പാടിയിലെ ആനിമൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കടുവയ്ക്ക് 14 വയസ്സ് പ്രായമുണ്ട്. വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതിലും ഒപ്പം തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാലും ഇതിനെ കാട്ടിലേക്ക് ഇനി തുറന്നു വിടില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം. കുപ്പാടിയിലെ ഹോസ്പിറ്റലിൽ തൽക്കാലം സൂക്ഷിക്കും. അതിനുശേഷം മറ്റെവിടേക്കെങ്കിലും മൃഗശാല അടക്കമുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാനും ദിവസങ്ങളായി ഈ കടുവയ്ക്ക് പിറകിൽ തന്നെ ആയിരുന്നു. ഇതിനെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയായിരുന്നു വനംവകുപ്പ് നടത്തിയിരിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ അത് വിജയം കണ്ടിരിക്കുകയാണ്. കാരണം അത് കൃത്യമായ രീതിയിൽ തന്നെ കൂട്ടിലകപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭീതി വിതച്ച കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഇനി വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട് നിന്ന് ഷഹദർ ഉമാൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീഷ്? ഉന്മേഷ, തിരുവനന്തപുരത്ത് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. രാവിലെ 10:30-നാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ്. വളരെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് VV രാജേഷ് എന്ന ഒറ്റ പേരിലേക്ക് ഇന്നലെ BJP എത്തിയത്. R ശ്രീലേഖയുടെ പേര് സജീവ പരിഗണനയിൽ ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്നിട്ടും ഉച്ചയോടുകൂടിയാണ് VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചത്. GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. 10:30 ഈ ഇവരുടെ തിരഞ്ഞെടുപ്പ് നടക്കും. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൗൺസിലർമാരുടെ യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. ഒന്നിലധികം മേയർ സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലൂടെ ആയിരിക്കും മേയറെ തിരഞ്ഞെടുക്കുന്നത്. ഈ സ്വതന്ത്ര പിന്തുണ ഇന്നലെ BJPക്ക് ലഭിച്ചിരുന്നു. പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ 51 എന്നുള്ളൊരു കേവല ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റ് ആശങ്കകളൊന്നും തന്നെ നിലവിൽ BJPക്ക് ഇല്ല.
KS ശബരിനാഥനാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒപ്പം ശിവജിയാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. 10:30 തന്നെ ഈ നടപടിക്രമങ്ങൾ തുടങ്ങും. ഒപ്പം ഈ മറ്റ് പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും ചോദ്യം ചെയ്യാനായി ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ പശ്ചാത്തലത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നതാണ്. ഒപ്പം ഈ വ്യവസായിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, രമേശ് ചെന്നിത്തല മൊഴി നൽകിയ വ്യവസായിയെ കേന്ദ്രീകരിച്ചും മറ്റ് ഇടങ്ങളിലേക്ക് കൂടി അന്വേഷണം SIT വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ D മണി എന്ന ബാലമുരുകനെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ചെന്നൈ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴും SITയുടെ പരിശോധന തുടരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ഇന്നലെ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ SIT പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം വരും ദിവസങ്ങളിൽ എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കൊച്ചിയിലേക്കാണ് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതിൻ, മധ്യകേരളത്തിൽ കൊച്ചിയിൽ എന്തൊക്കെ പ്രധാന വാർത്തകൾ നിതിൻ? ഉന്മേഷ്, കോർപ്പറേഷനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് തന്നെയാണ് മധ്യകേരളം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ കൊച്ചി കോർപ്പറേഷനിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് രാവിലെ 10 തന്നെ നടക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി തന്നെ തിരിച്ചു വന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചിൻ കോർപ്പറേഷൻ. 76 സീറ്റിൽ 47 ഇടത്താണ് UDF ഇത്തവണ ഭരണം തിരിച്ചുപിടിച്ചത്. 39 അംഗങ്ങൾ മാത്രമാണ് കേവല ഭൂരിപക്ഷം വേണ്ടെങ്കിൽ ഇത്തവണ 47 സീറ്റിൽ വിജയിച്ചാണ് UDF ഇത്തവണ ഭരണം തിരിച്ചുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സാധ്യതയോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ ഒന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. UDFന്റെ സ്ഥാനാർത്ഥി VK മിനിമോളിനെയാണ് ഇത്തവണ നിശ്ചയിച്ചത്. ആഭ്യന്തര കലഹത്തിനിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VK മിനിമോളിനെ നിശ്ചയിച്ചത്. അതിനുശേഷം വലിയ വിവാദവും അതോടൊപ്പം തന്നെ വലിയ ആഭ്യന്തര കലഹവും രൂപപ്പെട്ടെങ്കിലും ഒരു തരത്തിൽ അതിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം DCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപ്തി മേരി വർഗീസ് VK മിനിമോളിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എന്തായാലും AICCക്കും അതോടൊപ്പം തന്നെ KPCCക്കും പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയിലാണ് കാര്യങ്ങൾ പിന്നീട് പോയത്. അപ്പോഴും VK മിനിമോളിന് കൃത്യമായ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം DCCയുടെ ഭാഗത്തുനിന്നും നടത്തിയിരുന്നു. എന്തായാലും 10-ക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിന് മുന്നോടിയായി തന്നെ 8-ഓടുകൂടി തന്നെ DCCയിൽ യോഗം ചേരാനും നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വോട്ടെടുപ്പ് നടത്തേണ്ടതെന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും ഇന്ന് അംഗങ്ങൾക്ക് നൽകുക. ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു മറ്റ് അട്ടിമറികൾ സാധ്യതയും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ UDFന് കൃത്യമായ മേധാവിത്വമുള്ള സാഹചര്യത്തിൽ UDFന് ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. 12 മണിയോട് തന്നെ കൊച്ചിയുടെ മേയറായി VK മിനിമോൾ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്തായാലും ടൈം വ്യവസ്ഥയിലാണ് ഡെപ്യൂട്ടി മേയർ ഇത്തവണ വീതം വെച്ചിരിക്കുന്നത്. അതിൽ 2 വർഷം ദീപക് ജോയും അതിനുശേഷം പിന്നീട് ഈ കോൺഗ്രസിന്റെ തന്നെ ഒരു അംഗത്തിന് കൊടുക്കും. പിന്നീട് 1 വർഷം ലീഗിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നഗരസഭയെ സാഹചര്യം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കുന്നത് തൃപ്പൂണിത്തുറ നഗരസഭയിലെ സ്ഥിതിയാണ്. പ്രത്യേകിച്ചും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPM ഒന്നിച്ചാൽ ഒരു പക്ഷേ BJPയെ ഭരണത്തിൽ മാറ്റി നിർത്താൻ സാഹചര്യമുണ്ടാകും. പക്ഷേ ഇത്തവണ അവർ ആ ഒരു നില സ്വീകരിച്ചില്ല. പകരം സ്ഥാനാർത്ഥികൾ നിർത്തി തന്നെയാണ് ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 53 അംഗ സീറ്റിൽ BJP 21 സീറ്റിൽ വിജയിച്ചാണ് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 21 സീറ്റിൽ വിജയിച്ച് ഇത്തവണ BJP മത്സരരംഗത്തുണ്ട്. PL ബാബുവാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. വലിയ ജാഗ്രതയോടെ തന്നെയാണ് BJP ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം LDFന്റെയും UDFന്റെ ഭാഗത്ത് നടക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതത്തിൽ മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, അങ്കമാലിയും അതോടൊപ്പം തന്നെ ഏരൂർ അടക്കമുള്ള നഗരസഭകളിലും കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവിടെ ഭരണം ഉറപ്പിക്കാൻ UDFനും LDFനും സാധിച്ചിട്ടുണ്ട്. 13 നഗരസഭകളിൽ ഏതാണ്ട് 11 UDFനും 1 LDFനും 1 NDA എന്നിങ്ങനെയാണ് ജില്ലയിലെ സാഹചര്യം. അതിൽ തൃപ്പൂണിത്തുറയാണ് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ BJP ഭരണം ഉറപ്പിക്കാനുള്ള. നിതിൻ അംബുജനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്കാണ് ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ? ഷഹദ്, ഗുഡ് മോർണിംഗ്. ഉന്മേഷ, കോഴിക്കോട് ജില്ലയിൽ നിന്നും പ്രധാനമായിട്ടും പറഞ്ഞതുപോലെ തന്നെ ഈ മേയർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുക. അതിലേറ്റവും പ്രധാനം കോഴിക്കോടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോഴിക്കോട് ആർക്കും കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ എങ്കിൽ പോലും LDF ആയിരിക്കും ഇത്തവണ മേയറായിട്ട്, LDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഇത്തവണ മേയറായിട്ട് വരിക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കാരണം നിലവിൽ അതായത് LDFനാണ് കുറച്ചെങ്കിലും മേൽക്കൈ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യത നമ്മൾ ആരും മുന്നിൽ കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ
വോട്ടുകൾ മറയുമോ എന്നൊരു ആകാംക്ഷയും ഏവരും നോക്കി കാണുന്നുണ്ട്. ചില സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം എന്ന കഴിഞ്ഞ ദിവസം DCC ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള അട്ടിമറി ആയിരിക്കും അല്ലെങ്കിൽ സർപ്രൈസ് ആയിരിക്കും ഇവർ കരുതി വെച്ചതെന്ന് സംബന്ധിച്ച് എന്തായാലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. നിലവിൽ കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി നിലവിലെ സാഹചര്യത്തിൽ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത് O സദാശിവനാണ്. അദ്ദേഹമാണ് നേരത്തെ തന്നെ LDF ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കോട്ടൂളിൽ നിന്നും വിജയിച്ചിട്ടുള്ള ഡോക്ടർ S ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിക്കുക. അതേസമയത്ത് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മീഞ്ചന്ത വാർഡിൽ നിന്നും വിജയിച്ചിട്ടുള്ള, അതായത് നേരത്തെ LDF തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫർ അഹമ്മദ് തോൽപ്പിച്ചിട്ടുള്ള SK അബൂബക്കറാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിക്കുക. കുറ്റിച്ചിറ വാർഡിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ നേതാവ് കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയണം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോടഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മില്ലി മോഹൻ കൊട്ടാരത്തിൽ, മില്ലി മോഹനെ സംബന്ധിച്ച ഇത് 2ാം തവണയാണ് ജില്ലാ പഞ്ചായത്തിൽ, അതുകൊണ്ട് തന്നെ അധ്യാപികയാണ്. അവരാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇത്തവണ മത്സരിക്കുന്നത് UDFൽ നിന്നും. നാദാപുരം ഡിവിഷനിൽ നിന്നും വിജയിച്ച KK നവാസാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെയാണ് മേയർ സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ മത്സരം നടക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ മത്സരം നടക്കുക. അതോടൊപ്പം തന്നെ ഒറ്റ വാർത്ത കൂടി ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള FB പോസ്റ്റ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള N സുബ്രഹ്മണ്യം പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ചേവായൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയിട്ടായിരുന്നു കേസെടുത്തത്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളും ഇന്ന് കോഴിക്കോട് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി, ഷഹത്രകുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടത്തെ സ്വതന്ത്ര കൗൺസിലർമാർ UDFനെ പിന്തുണയ്ക്കും. 21-കാരിയായ ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും. മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കും. ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഉപാധികൾ UDF അംഗീകരിക്കുകയായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്വതന്ത്രരുടെ പിന്തുണയില്ലാതെ ആർക്കും ഭരിക്കാൻ കഴിയില്ല എന്ന പാലാ നഗരസഭയിലെ പ്രതിസന്ധിക്ക് ക്ലൈമാക്സ്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പുളിക്കക്കണ്ടം കൗൺസിലർമാർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചതോടുകൂടിയാണ് UDFന് പിന്തുണയും ഭരണവും ഉറപ്പിച്ചത്. 21-കാരി ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും. കഴിവിന്റെ പരമാവധി പാലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് ദിയ. 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. പുളിക്കക്കണ്ടം വിഭാഗത്തെ ഒപ്പം നിർത്തി ഭരണം പിടിക്കാൻ LDF നീക്കം നടത്തിയെങ്കിലും സർവ്വ ഉപാധികളും അംഗീകരിച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന് കേരള കോൺഗ്രസ് M തീരുമാനമെടുക്കുകയായിരുന്നു. തുടർന്ന് UDF വിമതയായ മായ രാഹുലിനെ ഒപ്പം നിർത്തി 14 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് UDF എത്തി. പാലാ MLA മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് അന്തിമ ധാരണയായത്. 24 കോട്ടയം. റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്കുകൾ ഇന്ന് മുതൽ നിലവിൽ വരും. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകേണ്ടി വരും. മെയിൽ എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC കോച്ചിലെ നിരക്ക് കിലോമീറ്ററിന് 2 പൈസ ഉയരും. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർധന. അതേസമയം 215 കിലോമീറ്ററിൽ താഴെ ദൂരം സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ വർധനയില്ല. സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്കും വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. ഞായറാഴ്ച വരെയാണ് യോഗം. ഇത് 5ാം തവണയാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. യോഗത്തിൽ പങ്കെടുക്കാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. സ്ത്രീ, ശിശുക്ഷേമം, സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, കായികം, നൈപുണ്യ വികസനം എന്നീ 5 വിഷയങ്ങളിലൂന്നിയാണ് ചർച്ചകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളത്തിന്റെ പ്രസന്റേഷൻ യോഗത്തിലുണ്ടാകും. കനത്ത മൂടൽമഞ്ഞിൽ വലഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ബീഹാർ, ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് കനത്ത മൂടൽമഞ്ഞ് തുടരുന്നത്. പലയിടത്തും വ്യോമ, ട്രെയിൻ, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹിയിൽ വായുമലിനീകരണത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ശൈത്യതരംഗം എത്തുന്നതോടെ ഡൽഹിയിലെ വായുമലിനീകരണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്തയാഴ്ചയോടെ ശൈത്യതരംഗം പിടിമുറുക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്.
ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് ഇന്ന് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നു. 1925 ഡിസംബർ 26 കാൺപൂരിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ യോഗം. ഒട്ടേറെ വെല്ലുവിളികളോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. ആയിരത്തി 1920കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പിറന്നു. ബോംബെയിൽ എസ് എ ഡാങ്കെ, കൊൽക്കത്തയിൽ മുസഫർ അഹമ്മദ്, മദ്രാസിൽ എം ശിങ്കാരവേലു ചെട്ടിയാർ, ലാഹോറിൽ ഗുലാം ഹുസൈനി എന്നിവർ വിത്തുപാകി. രഹസ്യമായിരുന്നു ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. 1921 അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ വിതരണം നടന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം മൗലാന ഹസ്രത്ത് മൊഹാനി അവതരിപ്പിച്ചു. സത്യഭക്ത വിതരണം ചെയ്ത ലഘുലേഖയിലൂടെ 1925 ഡിസംബർ 26 മുതൽ 28 വരെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കാൺപൂരിൽ സമ്മേളിച്ചു. ആ സമ്മേളനത്തിൽ ഗ്രൂപ്പുകൾ ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി. ഒളിവിലും തെളിവിലുമായി ഒരു നൂറ്റാണ്ട്. തേബാഗയും തെലങ്കാനയും പുന്നപ്രയും വയലാറും പോലെ എണ്ണമറ്റ പോർമുഖങ്ങൾ. ജനാധിപത്യപരമായി ഭരണം പിടിച്ചെടുത്ത അപൂർവ അനുഭവങ്ങൾ. ഇന്ത്യൻ അവസ്ഥയും സ്വന്തം വഴിയും നിശ്ചയിക്കുന്നതിലെ നിരന്തരമായ കലഹങ്ങൾ. പല പല പിളർന്നുമാറലുകൾ. ദേശീയതയോട് എതിരിടാനാകാത്ത ദൗർബല്യങ്ങൾ. ഹിന്ദി ഹൃദയഭൂമിയിൽ മണ്ഡൽ കമണ്ഡൽ രാഷ്ട്രീയത്തിനു മുന്നിൽ തകർന്നുപോയ അടിത്തറ. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഷിച്ച് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് CPI. അതിതീവ്ര വർഗീയ സാമ്രാജ്യത്വ കൂട്ടുകെട്ടിനെ നേരിടാൻ ഇപ്പോഴും പുതുവഴികൾ തേടുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ തുടങ്ങിയപ്പോഴേതിനേക്കാൾ പരിക്കുകളേറ്റ് ചുമന്നു നിൽക്കുകയാണ് ചെങ്കൊടി. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം ചരിത്രം ആവശ്യപ്പെടുന്നെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. എത്രകാലം ഭിന്നിച്ചു നിൽക്കുമെന്ന് സാധാരണ ജനങ്ങൾ പോലും ചോദിക്കുന്നുവെന്നും D. രാജ 24നോട് പറഞ്ഞു. CPIയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് D. രാജയുടെ പ്രതികരണം. Now the history demands the unity of communist movement and how it is going to happen. History will decide, but the situation is such. The right-wing communal fascist forces captured the power. Common people are asking how long this will continue and why you people are not coming together. Common people are asking. So initiative is taken by common people, and our party has been saying all the time unity of communist movement, unity of left. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ച് 24. അഗതി മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലുമായി കേക്കുകൾ വിതരണം ചെയ്തായിരുന്നു 24ന്റെ ക്രിസ്മസ് ആഘോഷം. കൊച്ചി കരിങ്ങാച്ചിറ സുറിയാനി കത്തീഡ്രലിന് കീഴിലുള്ള തബീഥ സെന്റർ അഗതി മന്ദിരത്തിൽ 24 കൊച്ചി ബ്യൂറോയുടെ നേതൃത്വത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു. പ്രിയപ്പെട്ട അമ്മമാർ സന്തോഷത്തോടെ ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാദർ ടിജോ മാർക്കോസ് 24നോടുള്ള സ്നേഹം പങ്കുവച്ചു. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും കേക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്യാം. ഇവർക്കൊപ്പം നമ്മളും ആഘോഷിക്കുകയാണ്. ഈ ക്രിസ്മസിന് നമ്മൾ എത്തുകയും ഇവർക്കൊക്കെ തന്നെ ആശംസ നേരുകയും ഈ ഒരു ചെറിയ സമ്മാനം നൽകിക്കൊണ്ട് ഈ ഒരു ഏറ്റവും നല്ലൊരു ദിവസം തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 24 ചാനൽ ഈ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ഈ തബീഥ സെന്ററിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടുമൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഗതികളായ അമ്മമാരെ പരിപാലിക്കുന്ന സ്നേഹതീരത്തിൽ ക്രിസ്മസ് സമ്മാനവുമായി 24 സംഘമെത്തി. വെഞ്ഞാറമൂട് SHO കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു. നെടുമങ്ങാട് സ്നേഹതീരത്തിലും അഗതികളായ അമ്മമാർക്ക് സമ്മാനവുമായി 24 സംഘമെത്തി. 24 തൃശൂർ ബ്യൂറോയിലും വിപുലമായ ക്രിസ്മസ് ആഘോഷമാണ് സംഘടിപ്പിച്ചത്. മണലൂർ കാരമുക്ക് കൃപാസദനിലെ താമസക്കാർക്കൊപ്പം 24 സംഘം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. 24ന്റെ ക്രിസ്മസ് സമ്മാനമായ കേക്കുകൾ അന്തേവാസികൾക്ക് കൈമാറി.
കൊല്ലത്ത് സായന്തകം വൃദ്ധസദനത്തിലാണ് കേക്കുകൾ വിതരണം ചെയ്തത്. പത്തനംതിട്ടയിൽ 60ഓളം അന്തേവാസികൾ താമസിക്കുന്ന മാർ ഗ്രിഗോറിയസ് ശാന്തി സദനത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ബ്യൂറോയുടെ നേതൃത്വത്തിൽ കോട്ടൂളി ഹോം ഓഫ് ലവ് വൃദ്ധസദനത്തിലും ശാരീരിക പരിമിതിയുള്ള കുട്ടികളെ പരിചരിക്കുന്ന എരഞ്ഞിപ്പാലം കരുണാ സ്കൂളിലും അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന ഫ്രീ ബേർഡ്സിലും കുണ്ടുപറമ്പ് പകൽ വീട്ടിലും കേക്കുകൾ വിതരണം ചെയ്ത് ക്രിസ്മസ് ആഘോഷിച്ചു. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ആവേശം. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. കേരളത്തിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം കളറാക്കി കാര്യവട്ടത്തെ ക്രിക്കറ്റ് പൂരം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ആദ്യമായി വിരുന്നെത്തുമ്പോൾ കേരളത്തിന് ട്രിപ്പിൾ സന്തോഷം. ഇന്നും 28-നും 30-നുമായി ഇന്ത്യ ശ്രീലങ്ക 2020 പരമ്പരയിലെ 3 മത്സരങ്ങൾക്കാണ് ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവുന്നത്. വിശാഖപട്ടണത്തെ വിജയങ്ങളുടെ തുടർച്ച തേടിയാണ് ടീം ഇന്ത്യ കാര്യവട്ടത്തെത്തുന്നത്. ഇന്ന് ജയിച്ചാൽ പരമ്പര പിടിക്കാം ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും. ഒന്നാം മത്സരം 8 വിക്കറ്റിനും 2ാം മത്സരം 7 വിക്കറ്റും ജയിച്ച ഇന്ത്യക്ക് ഇന്നും ആശങ്കകളില്ല. ബാറ്റിംഗിൽ സ്മൃതി, ഷഫാലി, ഹർമൻപ്രീത്. ബൗളിംഗിൽ ദീപ്തി ശർമ്മ, ശ്രീചരണി, ക്രാന്തി ഗൗഡ. വെൽ ബാലൻസ്ഡ് ആണ് ഇന്ത്യൻ ടീം. ശ്രീലങ്കയ്ക്കിത് ജീവൻ മരണ പോരാട്ടം. തോറ്റാൽ പരമ്പര നഷ്ടമാകും. ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്കെതിരെ ചെറിയ വെല്ലുവിളി പോലും ഉയർത്താൻ ശ്രീലങ്കയ്ക്കായിരുന്നില്ല. ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടു അടക്കമുള്ളവർ വലിയ ഇന്നിംഗ്സുകൾ കളിക്കേണ്ടത് അനിവാര്യമാണ്. പരമ്പര പിടിക്കാൻ ഇന്ത്യയും ജീവൻ നിലനിർത്താൻ ശ്രീലങ്കയും ഒരുങ്ങിയിറങ്ങുമ്പോൾ കാര്യവട്ടത്തെ കളി കളറാകും. റണ്ണൊഴുകും പിച്ചെന്ന സൂചന ക്യൂറേറ്റർ നൽകിയതോടെ ആരാധകർക്കും ആഘോഷിക്കാൻ ആവോളം വകയുണ്ടാകുമെന്നുറപ്പ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ജിഷ്ണുവിനൊപ്പം അനിൽ വാസുദേവ്, 24. തമിഴ്നാടിന്റെ തനത് രുചിക്കൂട്ടുകൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയ ഭക്ഷ്യമേളയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ബൈസൺ നഗർ ബീച്ചിലാണ് ഭക്ഷ്യമേള. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് മേള ഒരുക്കിയത്. സ്റ്റാളുകൾ, തമിഴ്നാടിന്റെ മുഴുവൻ ജില്ലകളിലെയും പ്രത്യേക വിഭവങ്ങൾ, അങ്ങനെയെല്ലാം ഒരു കുടക്കീഴിൽ ആസ്വദിക്കാം. അതാണ് ബെസൻ നഗർ ബീച്ചിലെ മകളരുത്തിട്ടം അഥവാ മതി എന്ന് പേരിട്ട ഭക്ഷ്യമേള. ஒவ்வொரு ஊரை பற்றியும் இது பண்ணியிருக்காங்க. அவங்க ஸ்பெஷல் இதெல்லாம் நல்லா இருக்குது. ரேட்டு வந்து நியாயமாக இருக்கிறது. இது ஒரு மக்களுக்கு ஒரு என்டர்டெயின்மெண்ட்டு, நல்ல கடற்கரை பக்கத்தில் வந்து சாப்பிட்டு போகிறதுக்கு ஒரு நாளைக்கு நல்லா இதாக இருக்கும். തൂത്തുക്കുടിയിലെ മീൻ വിഭവങ്ങൾ, നീലഗിരിയിലെ ചായ, സേലം മുതൽ വിവിധ ജില്ലകളിലെ പ്രത്യേക ബിരിയാണികൾ, നാമക്കല്ലിലെ താറാവ് കറിയും ചോറും, ചിക്കൻ വിഭവങ്ങൾ, അങ്ങനെയെല്ലാം ഇവിടെയുണ്ട്. முதல் நாள் பார்த்திங்கன்னா
ஒரு 70,000 பேர் பக்கம் இந்த பக்கம் வந்துட்டு போனாங்க. ஒரு கடைக்கு 1 லட்சத்துக்கு மேலே 1,80,000 வரைக்கும் சேல்ஸ் வந்திருக்கு. நிறைய ஸ்டால்ஸில் வந்து கூட்டங்கள் 11 மணிக்கு ஆரம்பித்து நைட்டு 1:30 மணி வரைக்கும் இருக்கிறது எங்கள் மகளிர் குழு அனைவருக்குமே வந்து ரொம்ப സന്തോഷമാവും. വ്യാപാരവും നല്ല നടന്നിട്ട് இருக்குது. സംസ്ഥാനത്തെ സ്ത്രീ സ്വാശ്രയ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത്. ഓരോ ദിവസവും ആയിരങ്ങളാണ് മേളയിലേക്ക് ഒഴുകിയെത്തുന്നത്. ചെന്നൈ. പ്രാവുകളുടെയും ഓട്ടോ ഡ്രൈവറുടെയും സ്നേഹത്തിന്റെ കഥയാണ് കാസർഗോഡ് നീലേശ്വരത്തിന് പറയാനുള്ളത്. കാസർഗോഡ് അനന്തംപള്ള സ്വദേശി സുലൈമാനാണ് കഥാനായകൻ. സുലൈമാൻ എത്തുന്നതും കാത്തിരിക്കുന്ന പ്രാവുകൾ ചങ്ങാതിമാരും. ഓരോ ദിവസം പുലരുമ്പോഴും ഈ സ്നേഹത്തിന്റെ ആഴം കൂടുകയാണ്. പുലർച്ചെ മുതലുള്ള കാത്തിരിപ്പാണ്. ഒടുവിൽ കഥാനായകനെത്തി. നീലേശ്വരം ഓട്ടോ സ്റ്റാൻഡിലെ ഓരോ ദിനവും ഇങ്ങനെയാണ്. പടന്നക്കാട് അനന്തംപള്ളയിൽ നിന്ന് സുലൈമാൻ ഇറങ്ങുന്നത് ഈ പ്രാവുകൾക്കറിയാം. സുലൈമാന്റെ ഓട്ടോ വന്നു നിൽക്കുന്നതോടെ ഇവ പറന്നിറങ്ങും. ഇനി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. മൂന്ന് വർഷമായി നീലേശ്വരത്തെ പ്രാവിൻകൂട്ടവും ഓട്ടോ ഡ്രൈവർ സുലൈമാനും തമ്മിലുള്ള ചങ്ങാത്തം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ഇതിനൊരു മുടക്കമില്ല. തുടക്കത്തിൽ ഒരു 5-6 വന്നുകൊണ്ടായിരുന്നു. പിന്നെ അതിന് ഒന്നും ഇല്ലാതപ്പോൾ ഞാൻ വീട്ടിൽ ലസാരി കൊണ്ടു കൊടുത്തു. പിറ്റേഴ്സ് കൂടെ വർദ്ധിച്ചുകൊണ്ടായിരുന്നു. പിന്നെ കുറേ പോലെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അതിന് കൊടുക്കാതിൻ്റെ വിഷമം നമുക്കറിയുന്നല്ലേ. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. സുലൈമാന് ജോലി തിരക്ക് വന്നാൽ പ്രാവുകളുടെ സുരക്ഷാ ചുമതല കൂട്ടുകാരൻ മഹേഷിനാണ്. സുലൈമാൻ ചെയ്ത് തുടക്കം ഇട്ടത് ഒരു ഏകദേശം ഒരു 2-3 വർഷത്തിലധികമായി. ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സുലൈമാൻ്റെ വണ്ടി എവിടെ കണ്ടു കഴിഞ്ഞാലും പറന്നെത്തും. രാവിലെ ആയാലും വൈകിട്ടും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റായി. നമുക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ നമ്മയും കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ കൈമേൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇതാണ്. വയറു നിറഞ്ഞാൽ പ്രാവുകളെല്ലാം കാണാമറയത്തുള്ള കൂടുകളിലേക്ക് മടങ്ങും. പിന്നീട് നാളേക്കുള്ള കാത്തിരിപ്പാണ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.